മാന്യസദസ്സിന് നമസ്കാരം. ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഈ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരാഴ്ച വായനാ വാരമായും ആചരിക്കുന്നു. എന്താണ് ജൂൺ 19ൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാമോ? അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് മലയാളിയെ കൈപിടിച്ചു നടത്തിയ ഒരാളുണ്ടായിരുന്നു, PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. 1995 ജൂൺ 19 അന്തരിച്ച അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ജനിച്ച അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രവർത്തനം, കാൻഫെഡ് എന്നിവയിലൂടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമാകെ മാറ്റിമറിച്ച് നമ്മെ അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു. ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിച്ച പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 4000-ലേറെ ഗ്രന്ഥശാലകൾക്ക് മലയാളി കടപ്പെട്ടിരിക്കുന്നത് PN പണിക്കരോടാണ്. വായനാ വാരത്തിൽ നാം അനേകം പുസ്തകങ്ങൾ വായിക്കുമല്ലോ. പക്ഷേ എന്താണ് പുസ്തകം എന്ന് നിങ്ങൾക്കറിയാമോ? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നാം ആ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്തോറും എന്താണ് പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാകും. ഏത് ഇരുട്ടുമൂലയിലും കയറിച്ചെന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരാൻ കഴിവുള്ള മൂർച്ചയേറിയ ആയുധമാണ് പുസ്തകം. അറിവില്ലാത്തവന് അറിവ് പകർന്നു നൽകി പുത്തൻ മാറ്റത്തിൻ്റെ ശംഖോലി മുഴക്കുന്ന മറ്റൊരു നീതിശാസ്ത്രം, അതാണ് പുസ്തകം. പക്ഷേ ഈ പുസ്തകം പിറവിയെടുക്കുന്നത് എങ്ങനെയെന്നുകൂടി മനസ്സിലാക്കണം. എഴുത്തുകാരൻ്റെ അനുഭവങ്ങളുടെ തീച്ചൂളയിലിട്ട് ഊതിപ്പഴുപ്പിച്ചെടുക്കുന്ന വാക്കുകൾ അവൻ്റെ സർഗവാസനയിലൊരച്ച് മൂർച്ച കൂട്ടി മുത്തുകൾ പോലെ ഒരേ ചരടിൽ കോർത്തിണക്കുമ്പോഴാണ് പുസ്തകം ഉണ്ടാകുന്നത്. ഇങ്ങനെ പിറന്നു വീഴുന്ന പുസ്തകങ്ങളാണ് നമുക്ക് അറിവും വെളിച്ചവും പകരുന്നത്. നമ്മെ അറിവിൻ്റെ മാസ്മര ലോകത്തിലേക്ക് എത്തിക്കുന്ന ഈ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം ഈ പുസ്തകത്തിൻ്റെ രചയിതാക്കളെയും നാം സ്നേഹിക്കണം. പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരായി കാണണം. അപ്പോൾ വിജ്ഞാനവും നന്മയും നമ്മോടൊപ്പം ഉണ്ടാകും. ഈ വായനാ വാരത്തിൽ എനിക്ക് നൽകാനുള്ളത് ആ ഒരു സന്ദേശം തന്നെയാണ്. 1970 കാസർഗോഡ് മുതൽ പാറശാല വരെ മുഴങ്ങിക്കേട്ട ആ സന്ദേശം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. നന്ദി, നമസ്കാരം.